ബസ് സ്റ്റാൻഡുള്ള താഴോട്ടിറങ്ങി പോകുമ്പോൾ പേരുക്കോളവിടെ പോകാനാ മാൻസിൽ പോകാനാണോ? ഞാനും അങ്ങോട്ടാ പോകുന്നത്. എന്താ ടിഫിൻ പോകാനാണോ? ആണല്ലേ, അവിടെ പഠിച്ചിറങ്ങി എന്തൊരു സാധനല്ലേ കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിറങ്ങി, ഞാൻ അവിടെ പഠിച്ചിറങ്ങി ജോലി ആയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ UK പോകാം. ഞാൻ മാമിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാമല്ലോ അല്ലേ? Yes, please come. Please take your seat. Trishur. What about you? Trishur. Both of you from Trishur. Very good. How you came to know about this college, about this institution? എങ്ങനെ അറിഞ്ഞു? എനിക്ക് എൻ്റെ ആൻറ്റിയോട് പഠിച്ചതായിരുന്നു. ആൻറ്റിയോട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി വഴിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഹിന്ദാവിനെ കുറിച്ചും ഈ കോളേജിനെ പറ്റിയൊക്കെ എൻ്റെ പേരും അറിയാം. പിന്നെ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്താൽ നമ്മുടെ മാഞ്ചസ്റ്റർ കാണാം. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എന്താ തോന്നിയത്? നല്ല സ്ഥാപനമാണ്. ഏത് ബേസിലാണ് നല്ലതെന്ന് പറഞ്ഞു? പഠിക്കണ ബേസിലായാലും ഇതെല്ലാം കണ്ടിട്ട് ഇത് കലോത്സവത്തിന് നമുക്ക് കിട്ടിയതാണ്. നമ്മൾ കേരള പാരാമെഡിക്കൽ അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ കോട്ടയത്ത് വെച്ച് മാമൻ മാപ്പിള ഹാളിൽ ഒരു എല്ലാത്തിലും ഫസ്റ്റ് വന്ന് നമ്മളാണ് ചാമ്പ്യൻസ് കലോത്സവത്തിന്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പാരാമെഡിക്കൽ ഇതിനകത്ത് നമുക്ക് മെഡിക്കൽ എക്സിബിഷനും വെച്ചിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷൻ. അതിൽ നമ്മൾ ഫസ്റ്റ് വന്നു. മെഡിക്കൽ ക്യാമ്പ് ഇഷ്ടംപോലെ നടത്താറുണ്ട്. നമ്മളിവിടെ ഇഷ്ടംപോലെ മെഡിക്കൽ ക്യാമ്പാണ്. ഏറ്റവും എല്ലാ ടെസ്റ്റുകളും അതിനകത്തുണ്ടായിരുന്നു വിത്ത് ഡോക്ടേഴ്സ്. പിന്നെ അതേപോലെ നമ്മുടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ നടത്തി. അതും ഒരു മെഗാ ക്യാമ്പായിരുന്നു. നല്ല ദൈവത്തിൻ്റെ കൃപയാലെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇഷ്ടംപോലെ ജനങ്ങളെ കിട്ടി. മോഡൽസ് ഉണ്ടാക്കി അവരവിടെ അസംബിൾ ചെയ്ത് വെച്ചായിരുന്നു. സോ ഇറ്റ് ഈസ് എ റിയലി ഗുഡ് വൺ. ഓക്കെ, വിച്ച് കോഴ്സ് നിങ്ങൾ ഏത് കോഴ്സിന് വേണ്ടിയാണ് വന്നത്? BSc റേഡിയോളജി. എന്ത് കഴിഞ്ഞതാണ്? ഏത് ഗ്രൂപ്പാണ് നിങ്ങൾ? സയൻസ്. +2 സയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. +2 സയൻസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc റേഡിയോളജി ഇവിടെ പഠിക്കാം. ഞാൻ ആദ്യമേ നമ്മുടെ ഈ കോളേജിനെ പറ്റി ഒന്ന് പറയാം. നമ്മളിവിടെ 9 വർഷമായിട്ട്. അപ്പോൾ ഈ 9 വർഷം കൊണ്ട് കുറേ കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഡിപ്ലോമക്കാരും ഡിഗ്രിക്കാരും പാസ് ഔട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ടായ കുട്ടികളെല്ലാവരും കുറേ പേര് റേഡിയോളജി പഠിച്ചവർ എബ്രോഡ് പോകുന്നുണ്ട്. കുവൈറ്റ്, ഖത്തർ, പിന്നെ അയർലൻഡിലുണ്ട്. പലയിടത്തും അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. സോ ഐ ആം റിയലി ഹാപ്പി ആൻഡ് ഐ താങ്ക് ദി ഓൾമൈറ്റി ഫോർ ഗിവിങ് സച്ച് എ ഗ്രേസ് ടു മൈ സ്റ്റുഡൻസ്. അതാണ്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് എല്ലാം വെൽ വേഴ്സ്ഡ്, വെൽ എക്സ്പീരിയൻസ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് നമ്മുടെ അടുക്കെ ഉള്ളത്. അവരെല്ലാവരും നന്നായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് മക്കളെ നമ്മളിവിടെ കൊടുക്കുന്നത്. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും. വീക്കറായിട്ട് ക്ലാസ്സിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് നമ്മൾ അവരെ 4 മണി തൊട്ട് 5:30 വരെ കോളേജിനകത്ത് ഇരുത്തി നമ്മൾക്ക് അവർ സ്പെഷ്യൽ ക്ലാസ് എടുത്തു കൊടുക്കും. പഠിച്ചതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യിച്ച് അവരുടെ തലയിൽ കയറ്റിയതിന് ശേഷമേ നമ്മളെ വീട്ടിൽ വിടാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സൺറൈസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒന്ന് നമുക്ക് ഏഷ്യൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ ഒന്ന് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ BVOക്ക് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. BVO കോഴ്സുകളുണ്ട്. അതായത് ഈ ഹ്യൂമാനിറ്റീസ്,
പിന്നെ കൊമേഴ്സ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ബിവോക്കിൻ്റെ കോഴ്സുകൾ കൊടുക്കും. അല്ലാത്തവർക്ക് നമ്മൾ BSc സയൻസ് ഗ്രൂപ്പ് ഉള്ളവർക്ക് BSc, അത് നിങ്ങൾക്കറിയാം ഏത് യൂണിവേഴ്സിറ്റിയാണ് ദി ബെസ്റ്റ് എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ഇവിടെ എഴുതി തരണം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇന്ന യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയും നല്ലതാണ്, മൂന്നും നല്ലതാണ്, 3 യൂണിവേഴ്സിറ്റിയും നല്ലതാണ്. പുറത്തേക്ക് പോകാമല്ലോ, ഒരു തടസ്സവുമില്ല. പിന്നെ ചില സർട്ടിഫിക്കറ്റ്സിന് ചില കൺട്രീസിലോട്ട് അലൗഡ് അല്ല. അവിടെ നമുക്ക് നമ്മുടെ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ്സ് അവരവിടെ എടുക്കത്തില്ലായിരിക്കും, മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ സ്ഥലം അല്ലാണ്ട് ഇപ്പൊ ഖത്തർ, കുവൈറ്റ്, ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ പിള്ളേരാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കോളേജിൽ നിന്ന് ഇറങ്ങി ഗേൾസും ബോയ്സും ഒക്കെ പോയിട്ടുണ്ട്. ഞാനൊരു 46 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡിൽ. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഞാൻ പറയുന്നു ദി ബെസ്റ്റ്, അതായത് ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് റേഡിയോളജി തന്നെയാണ്. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. നിങ്ങൾ അത് എടുക്കുവാണെങ്കിൽ റിയലി യു ആർ ഗോയിങ് ടു, നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടുപിടുത്തങ്ങളാണ്. യു വിൽ എൻജോയ് യുവർ വർക്ക്, യുവർ ജോബ് യു വിൽ എൻജോയ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വേറെ ഉണ്ട് നമുക്ക് റേഡിയോളജി, BSc റേഡിയോളജി അല്ലാണ്ട് നമുക്ക് BSc MNT ഉണ്ട്, BSc ഒപ്റ്റോമെട്രി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, പിന്നെ PG കോഴ്സുകളുണ്ട് എല്ലാത്തിൻ്റെയും. MSc MNT ഉണ്ട്, MSc റേഡിയോളജി ഉണ്ട്, MSc ഒപ്റ്റോമെട്രി ഉണ്ട്. ഇത്രയും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ കോടക്കീഴിൽ എല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുത്തോണ്ട് പോകാം. ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നത് ഞങ്ങൾ അലൗ ചെയ്തില്ല, +2 കഴിഞ്ഞവരെ അലൗ ചെയ്തില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് ഇപ്പൊ DMNT എടുത്തു അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോളജി എടുത്തെന്ന് വെച്ചു, ആ സമയത്ത് നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വേക്കൻസീസ് അവർ വിളിക്കും. നിങ്ങളെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇറങ്ങി നടക്കേണ്ട എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ ഇങ്ങോട്ട് കോള് വരും, മാഡം കുട്ടികളെ തരാമോ. ഇപ്പം റേഡിയോളജിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ എപ്പോഴും പറയുന്നത് അവിടുത്തെ മാനേജ്മെന്റ് പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ഫോർ മാഞ്ചസ്റ്റർ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഈ ഒപ്റ്റോമെട്രിയുടെ കാര്യം ക്ലാസ്സിലും ഉണ്ട്, ലെൻസ് കാർട്ടിലും ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഷാബി ആയിട്ട് നടക്കുന്ന കുട്ടികളാണെങ്കിലും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ക്ലീൻ ഷേവ് ചെയ്ത് മുടിയെല്ലാം വെട്ടി നല്ല ടിപ്പ് ടോപ്പായിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ നല്ല സ്മാർട്ട് ബോയ്സ് ആയിട്ട് നടക്കണം. നിങ്ങളുടെ വാക്കിംഗ്, നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ്, ഇതെല്ലാം നമ്മളിവിടെ മോൾഡ് ചെയ്ത് തരും, മനസ്സിലായി. പിന്നെ ഇവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ടീച്ചേഴ്സ് ഒന്നും നിങ്ങളെ ഭരിക്കാനോ പേടിപ്പിക്കാനോ ഒന്നിനും വരില്ല. സ്നേഹത്തോടെ നിങ്ങളോട് ഇടപെട്ട് നിങ്ങളെ പഠിപ്പിച്ച് ഒരു ലെവലിൽ കൊണ്ടെത്തി. നമുക്ക് ടൈപ്പ് ഹോസ്പിറ്റൽ പറഞ്ഞ പുഷ്പഗിരി ഹോസ്പിറ്റലുണ്ട്, ചായക്കാട് ഹോസ്പിറ്റൽ, ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലൊക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരിക്കും. നിങ്ങളുടെ ഒരു CV-ക്കകത്ത് നിങ്ങൾ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ഉള്ള ഒരു നല്ല ട്രെയിനിങ് നല്ല സ്ഥാപനത്തിൽ കിട്ടി, മെഡിക്കൽ കോളേജിൽ കിട്ടി എന്നുള്ളൊരു വിചാരം ആ കാണുന്നവർക്കുണ്ടാകും. അപ്പം നിങ്ങളോട് കുറച്ചും കൂടെ സ്നേഹം തോന്നും. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി സാധ്യതകൾ കിട്ടും. ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എബ്രോഡ് MOH എഴുതിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം, ജോലി ചെയ്യാം. എൻ്റെ ഒത്തിരിയേറെ കുട്ടികളുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികളാണ് പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ലാബൊക്കെ കണ്ടിട്ടുണ്ടോ? നമുക്ക് റേഡിയോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രാക്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എക്സ്റേ മെഷീനും അതിനുള്ള എല്ലാ ബോർഡ്സും, ഒരു ഹ്യൂമൻ ബോഡിയുടെ പ്യുവർ ബോർഡ്സ് ആണ് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, മിസ്മാരത് പറഞ്ഞു തരും. ഓക്കെ, പിന്നെ നമുക്ക് ലാബിൻ്റെ ആണെങ്കിലും നല്ലൊരു ഫുൾ ഫ്ലെഡ്ജ് ലാബുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒപ്റ്റോമെട്രിക് ആണെങ്കിലും നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ലാബുണ്ട്. എല്ലാ എക്യുപ്മെന്റ്സും അതിനകത്തുണ്ട്. മിഷനറീസ് എല്ലാം ഒപ്റ്റോമെട്രിയിലെ എക്യുപ്മെന്റ്സ്, അതായത് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, പക്ഷേ എക്സ്റേക്കകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനകത്ത് നിങ്ങൾക്ക് എക്സ്റേ മെഷീൻ തന്നെയുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ് പറയാം. ഈ കോട്ടയത്ത് ഒരിടത്ത് അങ്ങനെ മെഷീൻ വെച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ലെന്ന് എൻ്റെ ഓർമ്മ. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന കോഴ്സുകളിൽ കാണും, പക്ഷെ ഇങ്ങനെ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എനിക്ക് നിർബന്ധമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം, PSc എഴുതാം എന്ന് നിങ്ങൾ കരുതരുത്.
ആ ഒരു വിചാരവും കൊണ്ട് ഈ സ്ഥാപനത്തിൽ വരുന്നത്. കാര്യം നമ്മൾ പ്രൈവറ്റ് ഫേമാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഒരിക്കലും PSC കിട്ടും എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്കൊരു ചാൻസ് ഈശ്വരൻ തന്നാൽ അതിന് ഞാനും വളരെ ഹാപ്പി ആയിരിക്കും. അതെനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഇനിയുണ്ടോ? സംശയമൊന്നുമില്ല. ഫീസിനെ പറ്റി എന്തെങ്കിലും അറിയണോ? കോഴ്സിന്റെ ഫീസ് നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ എപ്പോഴും നമുക്കറിയാം ഒരു ഡിഗ്രി കോഴ്സിനെ ഇപ്പൊ നിങ്ങൾ പുറത്തു പോയി പഠിക്കുവാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു 7-8 ലക്ഷം രൂപയാകും. പക്ഷെ അതിന്റെ പകുതി നമുക്ക് ഇവിടെ ആകുന്നുള്ളൂ. അത് നിങ്ങൾ ഇവിടെ വന്ന് ഫോം മേടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫോം മേടിക്കുവാണെങ്കിൽ ആ സമയത്ത് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അത് എങ്ങനെ നിങ്ങൾക്ക് അടയ്ക്കണം ഒരു 2-2.5-3 അതേ വരുത്തുള്ളൂ, അതിൽ കൂടുതൽ പോകില്ല. പക്ഷെ അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് മനസ്സിലാകും. നിങ്ങളുടെ ബുദ്ധിമുട്ടനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം നിങ്ങൾക്കേ അറിയൂ. അപ്പം നിങ്ങൾ അതനുസരിച്ച് എന്നോട് തുറന്നു പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ആ പേയ്മെന്റ് നിങ്ങൾക്ക് ഈസി വേയിൽ അടയ്ക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. ഹോസ്റ്റൽ സൗകര്യമുണ്ട്, ഫുഡ് അക്കോമഡേഷൻ എല്ലാം കൂടാണ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. സ്പെഷ്യലായിട്ട് നിങ്ങളെ കെയർ ചെയ്ത് തരുന്നുണ്ട്, പഠിത്തത്തിലും കെയർ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ന് നടന്ന് ഇതിന്റെ അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം ഒന്ന് കാണും. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് എന്നെ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം കണ്ടോ? എങ്ങനെയുണ്ട് കണ്ടിട്ട്? നിങ്ങളുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചോ? എന്തൊക്കെയുണ്ട് അവിടെ പറയോ? ടീച്ചർ എല്ലാം പറഞ്ഞു തന്നോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങളുടെ ഐഡിയ എന്താണ്? ഇവിടെ തന്നെ ചെയ്യുവാണ്. ഓക്കെ, താങ്ക് യു. എന്നെ പറയാനുണ്ട്, നിങ്ങള് ഒരുപാട് സ്ഥാപനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ലാബിലായാലും എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഓരോ ലാബിലായാലും ഞങ്ങൾക്ക് എല്ലാ എക്യുപ്മെന്റ്സ് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ റേഡിയോളജി എടുക്കാൻ വന്നവരായാലും ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഇത്രയ്ക്ക് നന്നായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാനേജിംഗ് ഡയറക്ടർ ഞങ്ങൾ ആദ്യമായിട്ടാണ്. താങ്ക് യു സോ മച്ച്. You can pay 500 and take the form, fill the form and bring it back. Then I shall give you all the other details. Thank you so much.